ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞും പ്രചരണം തുടങ്ങാൻ ആലോചനയുമായി ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ മറുവശത്തെ NDA സഖ്യവും തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ രണ്ട് മുന്നണികളിലും സീറ്റ് വിഭജന ചർച്ചകൾ പ്രശ്നമാവുമോ എന്നുള്ള ആശങ്കയാണ്. ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി, ഉപേന്ദ്ര കുശ്വാഹ എന്നിവരാണ് ഭരണസഖ്യത്തിലെ ചർച്ചകൾക്ക് വെല്ലുവിളി. പ്രതിപക്ഷ സഖ്യത്തിൽ ഹേമന്ത് സോറിൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും പശുപതി പരാസിൻ്റെ LJP വിഭാഗവും പുതുതായി സഖ്യത്തിൽ ചേരുന്നതോടെയാണ് സീറ്റ് വീതം വെപ്പ് കുറച്ച് സങ്കീർണമാവുന്നത്. നിലവിൽ ബീഹാറിലെ മഹാസഖ്യത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ്, CPI, CPM, VIP ഇവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ JM-ഉം LJP-യും അതിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സഖ്യത്തെ 243 നിയമസഭാ സീറ്റുകൾ ഈ പാർട്ടികൾക്കിടയിൽ വിഭജിക്കേണ്ടി വരും. ഇത് ഒരു സമവായത്തിലെത്തുന്നത് സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യമാണ്. പാസ്വാൻ കുടുംബത്തിൻ്റെ ജന്മനാടായ ഖഗാരിയയിൽ പശുപതി പരാസിലൂടെ ചിരാഗ് പാസ്വാന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനാണ് മഹാസഖ്യത്തിൻ്റെ ശ്രമം. ഖഗാരിയിലെ അലൗലി അസംബ്ലിയിൽ പരാസ് ദീർഘകാലമായി MLA ആണ്. പരാസിനും മകനും മത്സരിക്കുവാൻ കഴിയുന്ന 2-3 സീറ്റുകളാണ് LJP ആഗ്രഹിക്കുന്നത്. ഹാജിപൂരിൽ നിന്നും പരാസിനെ മത്സരിപ്പിച്ച് പാസ്വാൻ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനും സഖ്യം ആലോചിക്കുന്നുണ്ട്. JM-ന് സീറ്റ് നൽകേണ്ടതും ആവശ്യമാണ്. കാരണം RJD-യും കോൺഗ്രസും ജാർഖണ്ഡിലെ സർക്കാരിൻ്റെ ഭാഗമാണ്. ജാർഖണ്ഡിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ, മുൻഗർ, ഭഗൽപൂർ എന്നിവിടങ്ങളിലെ സീറ്റുകൾ JM-ന് നൽകുവാനാണ് സാധ്യതകളും. കഴിഞ്ഞ തവണ RJD 144 സീറ്റുകളിലാണ് മത്സരിച്ചത്. അതിൽ 75 എണ്ണത്തിൽ വിജയിച്ചു. കോൺഗ്രസ് ആകട്ടെ 70 സീറ്റുകളിൽ മത്സരിച്ച് 19ലും വിജയിച്ചു. CPIML 19 സീറ്റുകൾ മത്സരിച്ച് 12 എണ്ണത്തിൽ വിജയിച്ചപ്പോൾ CPM 4 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകളിലും CPI 6 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകളിലും വിജയിച്ചിരുന്നു. ഇത്തവണ മുകേഷ് സാഹ്നിയുടെ VIP-യും മഹാസഖ്യത്തിലുണ്ട്. 50 സീറ്റുകളും സഖ്യം വിജയിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും സൈനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾക്കായി ഇത്തവണയും തേജസ്വി യാദവ് അദ്ദേഹത്തെ സഖ്യത്തിൽ നിലനിർത്തുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ച 70 സീറ്റുകൾക്ക് പകരം കോൺഗ്രസിന് ഏതാണ്ട് 60ഓളം സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമെന്നതാണ് സൂചനകൾ. വിജയിക്കുവാൻ സാധ്യതയുള്ള സീറ്റുകളാണെങ്കിൽ അതിന് കോൺഗ്രസ് ഒരുപക്ഷെ സമ്മതിച്ചേക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIML-ന്റെ വിജയ ശതമാനം വളരെ മികച്ചതായിരുന്നു. അതിനാൽ അവർ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. വോട്ടർ അധികാര യാത്രയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യം പ്രകടമായിരുന്നു. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്.